ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിങ്ങനെ ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കണ്ടല്ലോ, ഇവിടെ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പ് ഒരു സ്നാക്സ് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ്, അതേപോലെ ഒരു ഗ്ലാസ് മൈദ മാവാണ് എടുക്കുന്നത്. പർപ്പസ് ഫ്ലോർ 1 ഗ്ലാസ്, വീറ്റ് ഫ്ലോർ 1 ഗ്ലാസ്, പർപ്പസ് ഫ്ലോർ. പിന്നെ എല്ലാം ഗോതമ്പ് മാവ് മൈദ മാവൊക്കെ എടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കുക ആദ്യം. അതേപോലെ തന്നെ ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. ഇതിന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഓയിൽ എല്ലായിടത്തും ഒന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനെയൊന്നും വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുമല്ലോ, അതേപോലെ കുഴച്ചെടുക്കണം. ഞാൻ അവിടെ മാവ് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു 5 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 2 പിടി തേങ്ങ വരെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് അവലും എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. ഏകദേശം 1.5 ഗ്ലാസ് അവല് ഇട്ട് കൊടുത്തിരിക്കും. ഇത് തന്നെ മതി.
ഇതുപോലെ കുറച്ച് മാവെടുക്കുക. ഇങ്ങനെ കുഴിച്ചെടുക്കുക. ഉണ്ടല്ലേ? എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ 1 സ്പൂണ്, ഇപ്പം വലിയ ഉരുളയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്തല്ലേ? എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഉരുട്ടിയെടുക്കണം. എന്നല്ലേ? ഇതുപോലെ മാവെടുക്കുക. ഇതുപോലെ ഉരുട്ടുക. വളരെ എളുപ്പം. നമ്മൾ ചായ ഇളക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഗോതമ്പാവിൽ മാത്രമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ആക്കി പിന്നെ കയ്യിൽ വേണമെങ്കിൽ നനവ് ഇച്ചിരി വെള്ളം കൂടെ വെള്ളമോ നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കുക. മാവ് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോഴത് ശ്രദ്ധിക്കുക. നല്ലൊരു കുഴുവായി ഉണ്ടല്ലേ? നീ ഇതിലോട്ട് നമ്മുടെ ഇതിൽ കുറച്ചുകൂടെ ഉള്ളു നിന്ന് എന്നിട്ട് ഇത് പതുക്കെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. ഉണ്ടല്ലേ? അപ്പോഴെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഓക്കെ. സാമാന്യം വലിയ ഉണ്ടയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല 5 ബോളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേ ഇത് സാമാന്യം നല്ല വലുപ്പത്തിയുണ്ട്. ഇവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇത് വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു വാഴയില എന്നൊരു വട്ടയില എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പാത്രം എടുത്താണ്. അതിലേക്ക് വട്ടയില വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വട്ടയിലയിൽ ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളയിലും ഇതിലേക്ക് പിറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഡയറക്റ്റ് ആയാലും വെച്ച് കൊടുക്കാം. എന്നാല് ഉരുട്ടിയെടുത്തപ്പോൾ നല്ല വലുതായി തോന്നണം കൂട്ടുകാരെ. ഓക്കെ. ഇനി അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തിളച്ചതിന് ശേഷമാണ് പിറക്കി വെച്ച് കൊടുത്തത്. നമ്മുടെ സ്നാക്സ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇപ്പോഴും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഏറ്റവും വലുത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ. അപ്പോഴ് നല്ലതുപോലെ ശരിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.